ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വ്ളോഗാണ് കേട്ടോ. ചിക്കൻ ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് 2 മാസം മുമ്പ് എടുത്ത് വെച്ച വീഡിയോ ആണ്. അപ്പോൾ തന്നെ മനസ്സിലാക്കിക്കോണം എനിക്ക് എത്രത്തോളം മടിയുണ്ടെന്നുള്ള കാര്യം എഡിറ്റ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട്. അപ്പം ഫസ്റ്റ് ഞാൻ അളവ് കറക്റ്റായിട്ട് പറയുന്നില്ല കേട്ടോ. വേറെ നല്ല ഇത് എൻ്റെ കൈ അളവ് മാത്രമാണ്. അപ്പോൾ ചിക്കൻ എടുത്ത് ക്ലീൻ ആക്കിയിട്ട് ഞാൻ ആദ്യം മുളക് പൊടി ഇട്ട്, ബാക്കി എനിക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്കും ക്യാമറയ്ക്ക് എന്തോ കംപ്ലയിൻറ്റ് പറ്റി പോയതാണ് കേട്ടോ. അപ്പോഴത്തേക്കും ചിക്കനകത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടെ പുരട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചതാണ് കേട്ടോ. അതിനുശേഷം ഒരു മുഴുത്ത പാൻ എടുത്തിട്ട് എണ്ണ ഒഴിച്ച്, അത് നമുക്ക് ഇഷ്ടമുള്ള എണ്ണ ഏതാണെങ്കിലും ഒഴിക്കാം. അപ്പോൾ എണ്ണ ഒഴിച്ചതിന് ശേഷം ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കും ചിക്കനും മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചമണം ഏകദേശം ഒന്ന് മാറുന്നത് വരെ ജസ്റ്റ് 2 സൈഡിട്ടും മുറിച്ചെടുക്കുക. ചെറുതായിട്ട്, നന്നായിട്ട് വേണ്ട, ചെറുതായിട്ടൊന്ന് വെന്ത് വന്നാൽ മതി. അത് എടുത്ത് മാറ്റിയ ശേഷം അതേ എണ്ണയിലേക്ക് തന്നെയാണ് കേട്ടോ ബാക്കി നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. അതിലേക്ക് ഇഞ്ചിയും നമ്മുടെ വെളുത്തുള്ളിയും, അത് സാധാരണ ഞാൻ പേസ്റ്റാക്കിയാണ് ഇടുന്നത്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടാണ് കേട്ടോ ഇടുന്നത്. അതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടി ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക, പച്ചമണം കറക്റ്റായിട്ട് മാറുന്നത് വരെ. അതിനുശേഷം സവോള അരിഞ്ഞത് ഇട്ട് നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നത് വരെ ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പകുതി സവോള കണ്ടു, അതാട്ടോ ഞാൻ എടുത്ത് മാറ്റിയത്. അതിൻ്റെ കൂടെ ഇടുമ്പോൾ അരിഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കാണില്ല, അതാണ് പ്രശ്നം പറ്റിയത്. അപ്പോൾ അത് നന്നായിട്ട് അത്യാവശ്യം മൊരിഞ്ഞ് വന്നതിന് ശേഷം മഞ്ഞൾപ്പൊടി, അതിൻ്റെ കറക്റ്റ് അളവ് ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇതുപോലെ തന്നെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം. അതിന് ശേഷം ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കുക. അതാകുമ്പോൾ സവോള കുറച്ച് സോഫ്റ്റായിട്ട് വരുമല്ലോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മൂടി എടുത്തതിന് ശേഷം ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് വേണ്ട പൊടികൾ, ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ എടുത്തേക്കുന്നത്. അത് 2 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ തന്നെ 2 സ്പൂണ് മല്ലിപ്പൊടി, ശേഷം ഗരം മസാലയും കൂടി ഇട്ടിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. നല്ല കറക്റ്റായിട്ട് അതിൻ്റെ പച്ചമണം കറക്റ്റായിട്ട് പോകുന്നത് വരെ നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കാം. അതിനുശേഷം പാകത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ തന്നെ ഇളക്കി എല്ലായിടത്തും സ്പ്രെഡ് ആവുന്ന രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക, സവോളയ്ക്കകത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ശേഷം പാകത്തിന് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക. ഞാനിവിടെ ഒരു 1.5 കപ്പ് വെള്ളത്തിലാണ് കേട്ടോ ഞാനിപ്പോൾ തിളപ്പിക്കുന്നത്. പക്ഷെ അതും കൂടുതലായിരുന്നു. അത് ഇനി നമുക്ക് ചിക്കൻ ബിരിയാണി എന്ന് പറയുമ്പം മസാലയല്ലേ, മീൻസ് ചാറല്ലല്ലോ കൂടുതൽ വരേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഞാനത് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ഇത് ഇച്ചിരി കൂടുതലായിരുന്നു, അത് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്തത്. അതിനുശേഷം കറിവേപ്പില നല്ലതുപോലെ ഞാൻ സ്പ്രെഡ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ അതിലേക്ക് ഇറങ്ങും. കറിവേപ്പില അത്യാവശ്യം നല്ലതാണല്ലോ എല്ലാ കറിക്കും. അപ്പോൾ അത് ഞാൻ അത്യാവശ്യം കൂടുതൽ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം മൂടി വെച്ച് ജസ്റ്റ് ഒന്ന് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം ഒരു കൊഴുപ്പ് പോലെ ആയി. എന്നാലും ഇനിയും വെള്ളം വറ്റാനുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ ഇരുന്ന് വെള്ളം വറ്റട്ടെ. അപ്പോൾ നമുക്ക് റൈസിലേക്കുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കർ ചൂടായതിന് ശേഷം നമ്മൾ നെയ്യിട്ട് ചൂടാക്കുക. നെയ്യ് ചൂടായതിന് ശേഷം കറുവപ്പട്ട, ഗ്രാമ്പു, തക്കോലം, ബെലീഫ്, ഏലക്ക ഇതെല്ലാം കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുക്കുക. നന്നായിട്ട് തന്നെ അത് പൊട്ടുമല്ലോ. പൊട്ടിയതിന് ശേഷമാണ് നമ്മൾ ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കാൻ പോകുന്നത്. അതായത് വെള്ളത്തിൻ്റെ കണക്ക് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. വേറെ ഒന്നുമല്ല, 2 മാസം മുമ്പത്തെ വീഡിയോ ആയതുകൊണ്ട് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല എത്രത്തോളം വെള്ളം ഞാൻ എടുത്തതെന്നുള്ളത്. അപ്പോൾ ആ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഉപ്പും കൂടെ അതിൻ്റെ കൂടെ ഇടും കേട്ടോ. പാകത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യും. തവി വെച്ചിട്ട് മിക്സ് ചെയ്യും. അതിനുശേഷം ഈ കഴുകി വെച്ചിരിക്കുന്ന അരി എടുത്ത് കുക്കറിലേക്ക് ഇട്ട് മൂടി വെച്ച് വേവിക്കും.
അതവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വറ്റി നല്ല ഗ്രേവിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. ഇനി ലാസ്റ്റത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ റൈസിലേക്ക് വേണ്ടിയിട്ടുള്ള കാഷ്നട്ടും മുന്തിരിയും സവോളയൊക്കെ വറുത്ത് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ എടുത്ത് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് എടുത്തിടുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വറുത്ത് വെച്ചിരുന്ന കാഷ്നട്ട് മുന്തിരിയും സവോളയും കൂടെ ഇട്ട് നല്ല ഗാർണിഷ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ബൈ.